ഹലോ ഗായ്സ്, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മളുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഷിൻചാനായിട്ട് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി പോവാണ് ഗായ്സ്. ദാ കിടക്കുന്ന നമ്മുടെ ലംബോർഗിനി ഉണ്ടോ, നമ്മൾ ഇന്നലെ അടുത്ത് നമ്മുടെ പുത്തൻ വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിയിൽ കയറ്റി നമ്മൾ നമ്മുടെ ഷിൻചാനായിട്ട് ഒന്ന് ജസ്റ്റ് ഔട്ടിങ്ങിന് പോകാന്ന് ഓർത്താണ് നിന്നേക്കുന്നത്. അവന് കുറച്ച് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കണം. അല്ലടാ കുട്ടാ, നിനക്ക് ഐസ്ക്രീം ഒക്കെ മാമ വാങ്ങിച്ചു തരാം കേട്ടോ പോണ വഴിക്ക്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ പുലർന്ന് പറഞ്ഞു എനിക്ക് വണ്ടിയിൽ റൈഡ് പോകണമെന്നുള്ളത്. എന്റെ പൊന്നു ഷിൻചാനെ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോകാം. ഞാൻ അതിന് തന്നെയാണ് ഇന്ന് രാവിലെ എണീറ്റേക്കണത്. നിന്നെ എന്തായാലും കൊണ്ടുപോകും. നിന്നെ നമ്മള് ലംബോർഗിനിയിൽ ഞാൻ നിന്നെ എന്തായാലും കൊണ്ടുപോയി റൈഡ് അടിക്കാം. നീ പേടിക്കണ്ട കേട്ടോ. കൊണ്ടുപോയാ മതി. ഷിൻചാനെ, നീ പിന്നെ എങ്ങനെ എക്സൈറ്റഡ് ആണോ കൂട്ടാ? പിന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാ മാമ അത്. എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് പോയാ മതി എന്റെ പൊന്നു മാമ. ആണോ? അതാ നീ ഒരു കാര്യം ചെയ്യും മോനെ, നീ എന്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോ. അല്ല, ഞാൻ 2 സീറ്റേ ഉള്ളൂ, സോറി, ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ മണ്ടൻ ഷിൻചാനെ, അധികം കളിക്കണ്ട, ഞാൻ കൊണ്ടുപോയിട്ടോ. സമ്മതിച്ച് വാ പോകാം എന്താണെങ്കിലും. ആടാ, നീ കിടന്ന് മരിക്കല്ലേ, നിന്നെ കൊണ്ടുപോന്നല്ലേ. ബാ വന്ന് കേറ് കുട്ടാ, വന്ന് കേറടാ. വാട ഷിൻചാനെ, അപ്പൊ എന്തായാലും വണ്ടി നമുക്ക് ഇവിടെ നിന്ന് നേരെ റോഡിലേക്ക് എടുക്കാം. ഷിൻചാനെ, നിനക്ക് നിന്റെ മാമനെ അറിയില്ലാന്ന് തോന്നുന്നു. വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്നെ പറപ്പിക്കാൻ പോടാ. ഞാൻ പേടിക്കാൻ പോള മാമ, പക്ഷെ ഇത്തിരി സ്പീഡ് ഇത് കൂടുതലാണ് തോന്നുന്നുണ്ടോ? ഇത്തിരി പയ്യെ പോകട്ടെ, നമുക്ക് ഇത്തിരി പയ്യെ പോയി മാമ. വണ്ടി പൊട്ടിക്കിടക്കണ്ടല്ലോ, ടക്ക് ടക്കെന്നൊക്കെ പറഞ്ഞ സൗണ്ട് ആയിരുന്നല്ലോ. അത് വേറെ ഒന്നുമല്ലടാ ഷിൻചാനെ, ഞാൻ ഇന്നലെ വണ്ടി വാങ്ങിച്ചോണ്ട് വന്നൊഴിക്ക് തന്നെ നല്ല എക്സോസ്റ്റ് ഒക്കെ പിടിപ്പിച്ചായിരുന്നു. ഫയറൊക്കെ തുപ്പണ ടൈപ്പ് അടിപൊളിയായിട്ടുള്ള എക്സോസ്റ്റ് നമ്മൾ പിടിപ്പിച്ചേക്കണം ഷിൻചാനെ. അതെന്തായാലും കരയ്ക്ക് വാങ്ങാം. ഈ നമ്മള് വണ്ടി പറഞ്ഞു കൊടുക്കുമ്പോ എപ്പോഴും നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റിലാണ് നമ്മൾ നോക്കുന്നത്. കാരണം സൗണ്ട് ഒക്കെ കേൾപ്പിച്ച് പോയതല്ലേ നാട്ടുകാർ നമ്മൾ വണ്ടി കുറച്ച് നീ ഇങ്ങനെ കരയാത്ര ഷിൻചാനെ, നീ ഇങ്ങനെ കരയാനെന്തിനാ? ഞാൻ വണ്ടി എടുക്കല്ലേ മാമ, എന്റെ റോട്ടിൽ കേട്ട് നീ പേടിക്കണ്ട. ഷിൻചാനെ കൂടുതൽ ഓറാക്കുന്നതിനൂടെ ഇറക്കിയുണ്ടോ? നീ എന്താ ഷിൻചാനെ പറയണത്? ചാടിക്കാനാ? പിന്നെ നീ പറഞ്ഞ നമ്മുടെ വണ്ടി, നമ്മുടെ അല്ലേ, എന്റെ വണ്ടിയാണ്. ഞാൻ ഇന്നലെ അടുത്ത് എന്റെ പുതിയ വണ്ടി ഈ റാമ്പിൽ കൂടി വണ്ടി അടിക്കുന്നവരോട് നീ പറഞ്ഞത് ഷിൻചാനെ? അയ്യടാ മനമേ, എങ്ങനെ ഈ റാമ്പിൽ കൂടി എന്റെ വണ്ടി ചാടിക്കാൻ നിനക്ക് അത്രക്ക് സുഖം കിട്ടുമെങ്കിൽ അത് നടക്കൂല ഷിൻചാനെ. പ്ലീസ് മാമ, എനിക്ക് ഐസ്ക്രീം വേണ്ട മാമ. എനിക്ക് മാമൻ ആകെ ഒരു കാര്യം ചെയ്തു തന്നാ മതി. എനിക്ക് ഈ റാമ്പിൽ കൂടി വണ്ടി ഒന്ന് ചാടിച്ചാൽ എന്നെ എടുത്തിക്കൊണ്ടു പോകാം പ്ലീസ്. ഞാൻ നിന്നെ കൊണ്ട് വലിയ തൊന്തരവായി മാറിയേക്കണല്ലടാ. എടാ ഒന്നും നടക്കൂല, ഇത് പുതിയ വണ്ടി, എന്റെ പുതിയ ഗാഡിയല്ലടാ. നീ ഇതെന്താ ഈ പറയണത്? ഇത് ചാടിച്ച് എന്റെ വണ്ടി കംപ്ലൈന്റ് ആവൂലേ? അത് പൊട്ടൂല, അതിന്റെ എല്ലാം പൊട്ടി നശിച്ചു ഇരിക്കണ. നല്ല സൂപ്പർ വണ്ടിയായിട്ട് ഇരിക്കണ. എന്റെ പൊന്നു ഷിൻചാനെ, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയാല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രാവിലെ നിന്നായിട്ട് ഇറങ്ങേണ്ട കാര്യം. പക്ഷെ ഇവനെ കൊണ്ട് എന്തെങ്കിലും നീ ഒരു ചെക്കനാണ് ശരിയല്ലട്ടോ ഷിൻചാനെ. ഇനി നിന്നായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകൂല, ഉറപ്പാ നിന്നെ ഒരു സ്ഥലത്ത് ഇനി കൊണ്ടുപോകുമ്പോ. എന്നെ എങ്ങും കൊണ്ടുപോകണ്ട മാമ, എനിക്ക് പ്ലീസ് എന്നെ എങ്ങും കൊണ്ടുപോകണ്ട. എന്നെ ഇപ്രാവശ്യം പ്രാവശ്യത്തിനൊന്ന് ചാടിച്ചാൽ മാത്രം മതി. ഇനി അമ്മയല്ല മാമന്റെ അടുത്ത് ഒന്നും പറയില്ല, ഒരിക്കലും ഒന്നും പറയില്ല. പ്ലീസ് പ്ലീസ്. എടാ ഓക്കെ ശരി, നിന്നെ ഞാൻ ചാടിക്കാം. അപ്പൊ എന്റെ വണ്ടി നശിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് സമാധാനം പറയും. എന്നത് പണ്ടായിട്ടോട്ടെ, വന്ന് വണ്ടി കയറും. പിള്ളേരുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിനക്കാണ് ഇപ്പൊ ഇത് ചെയ്ത് തന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഉറപ്പാണ് ഷിൻചാനെ, എന്റെ വണ്ടിക്ക് വന്ന എല്ലാ എക്സ്പെൻസും നീ ചെയ്ത് തന്നെ. എന്റെ വണ്ടി പുത്തനാക്കി വർക്ക്ഷോപ്പിലോ എവിടെ ഇട്ട് പണിതാലും നീ എനിക്ക് സെറ്റ് ചെയ്ത് തന്നോട്ടോ ഷിൻചാനെ. ഇതൊക്കെ എന്ത് ഇടി ഷിൻചാനെ? ഇനി വണ്ടിയുടെ കോലന്തി കണ്ടോ? നിന്റെ അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും പൈസ കൊട്ടാൻ വേണ്ടി പോകണം ഷിൻചാനെ, ഉറപ്പായിരിക്കും. അതെ അപ്പതേ തുടങ്ങാൻ വേണ്ടി ഷിൻചാനെ, ദേ വണ്ടി ഒന്ന് ഞാൻ പൊട്ടിക്കിട്ടായി തന്നെ നല്ലോണം പൊട്ടിച്ച് നോക്കിട്ട് നമ്മൾ വിടാൻ പോണേട്ടാ. അയ്യോ ദൈവമേ, നിന്റെ അടുത്ത് അപ്പളെ പറഞ്ഞല്ലടാ. അയ്യോ ചത്തട്ടില്ലടാ കാലമാടാ. ശിവനേ, ഇത് ഏത് ജില്ല? എടാ ഷിൻചാനെ, എന്റെ കഴുത്തിന് മേളിൽ തലയുണ്ടാ നോക്കിടാ. എന്റെ പൊന്നു മാമ, തലക്കുന്ന ഒരു കുഴപ്പമില്ല. ഇതൊക്കെ എന്ത് ജമ്പ് മാമ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ആൾക്കാരൊക്കെ ചാടിക്കാൻ മാമ കണ്ടിട്ടില്ലേ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അത് മറ്റേ സിജിയും കോപ്പൊക്കെയാടാ. ഇത് നമ്മൾ റിയൽ ആയിട്ട് ചാടിയാണ്. ചാകാനത് ഭാഗ്യം. എന്റെ ദൈവമേ. എടാ ഷിൻചാനെ, ഒരു കാര്യം ചെയ്യ്, എനിക്കേ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോണം. പിന്നെ നീ കണ്ടല്ലോടാ എന്റെ പൊക്കത്ത് തലയും തല്ലി വീണത്. നിന്റെ തലയുടെ എക്സ്റേ എടുക്കണം പോയിട്ട് ഞാൻ അപ്പളേ പറഞ്ഞല്ലേ വേണ്ട. നിന്റെ തല എനിക്ക് കറങ്ങിയിട്ട് പോയ മാക്കച്ചൊക്കെ ഞാൻ പോണു.
നീ വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ പൊന്നു ഷിൻചാൻ, എനിക്കിപ്പോ നിന്നെ പേടിയാടാ. നീ എന്തിനാടാ എന്റെ കൂടെ കയറിക്കുന്നത്? നീ ഒരു ഉടായ്പ പരിപാടിയും പറയും. ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നല്ല, ഞാൻ വീട്ടിലേക്കാണ്. നിന്റെ ഞാനൊരു ടാക്സി കയറ്റി വിടാന്ന് നോക്കാണ് ഷിൻചാൻ ഇരുന്നത്. നീ എന്ത് ദുഷ്ടനാണ്. എന്റെ വണ്ടിയുടെ കോലം നോക്കണ ഷിൻചാൻ. തീ മാത്രം പറഞ്ഞിട്ട് എന്റെ വണ്ടി. അതേടാ ഇങ്ങേരെ കൊണ്ട് നീ പറയടാ. നീ എന്നെ പറ. നിനക്ക് നിന്റെ ആഗ്രഹം പോലെ ഒരു എന്റെ പുത്തൻ വണ്ടി നിനക്ക് വേണ്ടി ഞാൻ ചാടിച്ചിട്ട് നീ എന്നെ പറയണ ഷിൻചാനെ. കൊള്ളാടാ, ഇത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചാണ് നീ എന്നെ പറയോ. എന്താടാ ഏതമ്പിളി? നീ ഓ അതാണ് അമ്പിളി. മനുഷ്യൻ പേടിച്ചു. ഞാനോട് നീ ഏതോ പെണ്ണിന്റെ കാര്യം പറഞ്ഞാണ്. ഒരു നിമിഷം മാമനൊന്ന് പേടിച്ചു പോയടാ മോനെ, ഒന്ന് പേടിച്ചു പോയി. കുഴപ്പമില്ലട്ടാ. അതല്ല, ഇനി ഇവിടെ നിനക്ക് എന്താണോ വേണ്ടത്? എന്റെ പൊന്നു മാമ, എനിക്ക് ഇവിടെ ഒന്നും വേണ്ട. ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാ മാമ. നല്ല രസമില്ല കാണാൻ. നോക്കിയപ്പോ ഇന്ന് ഹാഫ് മൂണാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇന്ന് ജസ്റ്റ് ഇത്ര നിന്നൊരു 5 മിനിറ്റ് കണ്ടിട്ട് പോയാ പോരെ? മതി. ഒരു തിരക്കൂല. എന്റെ മോന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാമൻ നിനക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നേരിട്ട് തരാടാ. നീ അല്ലാണ്ട് ഈ വണ്ടി ചാടിക്കണം, ബോംബ് പൊട്ടിക്കണം, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇനി പിടിക്കാണ്ടിരിക്കും. നീ ഒരു കൊച്ചല്ലേ. അപ്പൊ നിന്റെ കുഞ്ഞു തോട്ട് പ്രോസസ്സാണ് നമുക്ക് വേണ്ടത്. ചെറിയ ചിന്താഗതി, ചെറിയ പിള്ളേര്. നിന്റെ ഒരുമാതിരി വലിയ ചിന്താഗതിയും കുഞ്ഞു മനസ്സും. ഓ ചെക്കൻ മതിയാ കണ്ടത്. വന്ന് വണ്ടി കയറി വാ. പിള്ള മനസ്സല്ലേ മാമ, കള്ളമില്ലല്ലോ. അങ്ങനെയല്ലേ? അതെ അങ്ങനെയാണ് കുട്ടാ. മോൻ വണ്ടി കയറി വാ. നല്ല ഇരുട്ടായിട്ടുണ്ട് സമയം. നമുക്ക് ഇതുവഴിയൊക്കെ പോവാ. കല്ലിട്ട് ഇടിച്ചിട്ടുണ്ടേ. ഓ മോനെ, അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് വീട്ടിലേക്ക് പോവാട്ടോ. വേറെ എങ്ങും നമ്മൾ ഇനി പോകുന്നില്ലേ കേട്ടോ. അപ്പൊ നമുക്ക് ആ വണ്ടിയുടെ പിന്നെ പുറകെ പോവാം. നല്ല വണ്ടി, അതിനെ വെട്ടിക്കട്ടെ. എന്താ വെട്ടിച്ച് എടാ ഇപ്പൊ രാത്രി ആയപ്പോഴേക്കും നമ്മുടെ ഫയർ സ്പിറ്റിക്ക് നല്ല രസമുണ്ടല്ലേ. ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന അതേ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ വണ്ടിയുടെ പുറകിൽ. അതേനൊക്കെ ചക്ക ഞാൻ പറയണത്. നമ്മുടെ വണ്ടിയുടെ പുറകിൽ നല്ലതേ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് ഫയർ സ്പിറ്റ് കണ്ടിരിക്കണേ. ആ എക്സോസ്റ്റിന്റെ മോനെ. വണ്ടി വീണപ്പോ ആകെ ബാലൻസിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മള് രണ്ടുപേരില്ലേ മാമ? അപ്പൊ നമ്മളെന്താ ബാലൻസ് പിടിച്ചോ. നിനക്ക് വേണ്ടി ഒരു ചെറിയ ഡ്രിഫ്റ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയടാ കുട്ടാ. വേറൊന്നല്ല, നമ്മൾ വഴി തെറ്റി പോകുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. കാരണം നമ്മൾ ഈ വഴി വന്നില്ല. അതെ അല്ലേ? നിനക്കും തോന്നിയല്ലേ? എനിക്കും തോന്നിയായിരുന്നു. വാ നമുക്കൊരു 5 മിനിറ്റ് വണ്ടി വളച്ച് തിരിച്ചു പോവാ. ആ റോഡാന്ന് തോന്നണോ ഷിൻചാനെ? അതെ എനിക്കും തോന്നി. പിന്നെ ഇടിച്ചു. എന്റെ മാമനൊരു കില്ലാടി എന്നെ ഈ ഇടവഴിയിലൊക്കെ ഇട്ട് എന്ത് പൊളി. അത് ഏത് വീട്ടിലേക്ക് മാമനെ ഓടിച്ചു കേട്ടത്? നമ്മുടെ ഇവിടെ ഒന്നുമല്ല. നമുക്ക് തിരിച്ചാ പോകേണ്ടത്. സോറി ഷിൻചാനെ, നീ ക്ഷമിക്ക്. ഓക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മാമ പിന്നെയും പൊട്ടിക്കുന്നു. വണ്ടി പറത്തി വിടും മാമ. വീട്ടിൽ പോട്ടെ. എനിക്ക് വിശന്നിട്ട് പോയി. അതെ പിടിച്ചോണ്ടാണല്ലോ മാമ പോണത്. എനിക്ക് വിശക്കണ മാമ. എന്നെ വീട്ടിലെത്തിക്ക്. നമ്മുടെ വീടിന്റെ വഴി എത്താറായില്ല മാമ. ഈ വഴി തോന്നണ മാമ. ഇതന്നെ നമ്മുടെ വീട് എത്തിയേ. വണ്ടി കേട്ടി പാർക്കി മാമ. റിവേഴ്സ് പാർക്കി. അതെ പിന്നെ ഇടിച്ചു. എന്റെ മാമ ചെടിച്ചട്ടിയൊന്നും പൊട്ടിക്കല്ലേ. നമ്മള് എന്റെ പൊന്നുമോൻ വണ്ടി ഇറങ്ങി വാ. വണ്ടി ഇറങ്ങി വാ മോനി. ഞാൻ ബിസ്ക്കറ്റും പാലും ഒക്കെ തരാം. ആടാ കുഴി. നീ വാ. നീ ഒരു കുഴി കുഴിക്കണ്ട. എന്നാ അതിന്റെ മൂട്. നീ ഒന്ന് പോയടേക്ക. നിനക്ക് കുഴിമന്തി ഒന്നുമില്ല. നിനക്ക് ബിസ്ക്കറ്റ്, നല്ല ടൈഗർ ബിസ്ക്കറ്റ്, നല്ല പാല് തിളപ്പിച്ചരാ. വാടാ മോനെ പ്ലീസ് എടാ. ബിസ്ക്കറ്റും പാല്. വാ എന്നാ പിന്നെ പോവാ. മാമന്റെ പൊന്നുമോൻ ബാ. അപ്പൊ ഗായ്സ് വേറൊന്നുമില്ല, ഞാൻ നമ്മുടെ ചെക്കന് ഷിൻചാന് പാലും ടൈഗർ ബിസ്ക്കറ്റും എടുത്ത് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ പറയൂ ഗായ്സ്, ഇവന് ഞാൻ കുഴിമന്തി മേടിച്ചു കൊടുക്കണോ ഗായ്സ്? അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റിൽ കുഴിമന്തി എന്ന് പറയൂ. അപ്പോഴേക്കും ഞാൻ ഇവന് കുഴിമന്തി മേടിച്ചു കൊടുക്കാം. എടാ നീ പറയടാ നിനക്ക് കുഴിമന്തി വേണമെങ്കിൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവൻ കുഴിമന്തി മേടിച്ചു തരും. അല്ല സോറി, മാമൻ എനിക്ക് കുഴിമന്തി മേടിച്ചു തരും. സോ പ്ലീസ് എല്ലാവരും കുഴിമന്തി എന്ന് കമന്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ്. പ്ലീസ്.